കൊറേ നേരം നീ തുടങ്ങിയിട്ട്. നിനക്ക് എന്തറിയാം അച്ഛനെ കുറിച്ച്? നിനക്കൊരു മണ്ണാകട്ടെ അറിയില്ല അച്ഛനെ കുറിച്ച്. നിങ്ങൾക്കൊക്കെ അറിയോ ഈ പടവലത്തെ നേറ്റിക്കിനെ സ്വത്ത് അച്ഛൻ എപ്പോഴും പറയുമല്ലോ വിൽക്കണം വേണം എന്നൊക്കെ പറഞ്ഞു വെപ്രാളം കാണിക്കുമല്ലോ. അന്ന് ഇതൊന്നും വിൽക്കാതിരിക്കാൻ അച്ഛനാണ് എപ്പോഴും ഓരോ കള്ളത്തരം കാണിക്കണേ. എന്താ കാര്യം എന്നറിയാമോ? സഹോദരങ്ങൾ തമ്മിൽ അകന്നു പോകുമെന്ന് വിചാരിച്ചിട്ട്. ഇതൊന്നും ആർക്കും അറിയില്ല, എനിക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ. പിന്നെ അവിടെ വീട്ടിൽ ഓരോ സാധനങ്ങൾ തേങ്ങ മാങ്ങ ചക്ക ഇങ്ങനെയുള്ള സാധനങ്ങൾ അവിടെയുള്ള പാവപ്പെട്ടവർക്കൊക്കെ പിറക്കി കൊടുക്കുമ്പോ അച്ഛൻ ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്. ഏത് പ്രായത്തിലാന്നറിയാമോ? നിന്റെയൊക്കെ പ്രായത്തില്. നീ ഇപ്പൊ ഇത്ര ഉണ്ടല്ലോ, നിന്റെയൊക്കെ ഈ പ്രായത്തിൽ അച്ഛന് ഓരോ ആൾക്കാർക്ക് ഓരോന്ന് അങ്ങോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ, ഒന്നും ഇങ്ങോട്ട് വാങ്ങിയിട്ടൊന്നുമില്ല. നീക്ക് ഇപ്പോഴും ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞ് വെപ്രാളം കടിച്ചോണ്ടിരിക്കല്ലേ. അച്ഛനെ കുറ്റം പറയണ മക്കള്. നാളെ നിനക്കൊക്കെ അച്ഛനെ കുറ്റം പറയാനായിട്ട്. വളർന്നപ്പോഴും അച്ഛന്റെ കുഞ്ഞമ്മയുടെയും വലിയ അച്ഛനോടൊക്കെ പറഞ്ഞെന്താന്ന് അറിയാമോ? എന്താ പറഞ്ഞെന്ന് അറിയാമോ? എന്റെ സ്വത്തിന്ന് അത് കുറച്ചേക്കാൻ. അപ്പോഴും അച്ഛന് മാത്രമേ നഷ്ടം വരുത്തിയിട്ടുള്ളൂ. ഈ അച്ഛന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച കാര്യം കണ്ട ആൾക്കാരൊക്കെ കുറെ കഴിഞ്ഞപ്പോ അച്ഛനെ പറഞ്ഞു മണ്ടനാണ് ബാലു, ജീവിക്കാൻ അറിയാൻ പാടില്ലാത്തവൻ എന്നൊക്കെ. അപ്പോഴും അച്ഛന് പരിഹാസം മാത്രമായിരുന്നുള്ളു. എന്നിട്ടും അച്ഛനെ കുറ്റം പറയാണ് മക്കള്. നാണോ ഇതല്ല നിനക്കൊക്കെ? ഇപ്പോഴും നാട്ടുകാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും മക്കളും വരെ ഇപ്പൊ അച്ഛനെ കുറ്റം പറയാണ്. എല്ലാവർക്കും എല്ലാം കൊടുത്തിട്ടേ ഉള്ളൂ നിന്റെ അച്ഛൻ. ആരുടെയും കയ്യിലൊന്നും ഇപ്പോഴും വാങ്ങിച്ചിട്ടൊന്നുമില്ല. ഇപ്പോഴും നിന്നെയൊക്കെ സ്നേഹം കൊണ്ട് മൂടണില്ലേ? കയ്യിലില്ലെങ്കിലും കൊണ്ടുതരുന്ന സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും നിനക്കൊക്കെ വാങ്ങി തന്നിട്ടില്ലേ? അതിന് നന്ദി എന്താ നിനക്ക്? ഇതൊക്കെ എവിടുന്ന് വാങ്ങിക്കൊണ്ടെന്ന് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. നാളെയില്ലേ ഇവക്കൊക്കെ അച്ഛനെ കുറ്റം പറയാൻ? ലോകത്തെ ആരൊക്കെ തള്ളി പറയാൻ? നിന്റെ അച്ഛനെ ഞാൻ തള്ളി പറയില്ല.